പുതിയ മാസത്തിന്റെ തിരക്കുകളിലേക്കും പ്രതീക്ഷകളിലേക്കും എല്ലാവരും കടന്നു കഴിഞ്ഞു. വത്തിക്കാനിലുമുണ്ട് ചില പുതിയ വാർത്തകളും വിശേഷങ്ങളും. എല്ലാ പ്രേക്ഷകർക്കും വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. ലയോ പാപ്പയുടെ പ്രാഥമിക ചാക്രിക ലേഖനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറി നമ്മൾ അവസാനിപ്പിച്ചത്. ഇത്തവണ അതേ വിഷയത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. ലയോ മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് മെയ് 25-ാം തീയതി പ്രസിദ്ധീകരിച്ചു. ഓൺ സേഫ് ഗാർഡിംഗ് ദ ഹ്യൂമൻ പേഴ്സൺ ഇൻ ദ ടൈം ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നതാണ് ഇംഗ്ലീഷ് ശീർഷകം. 2026 മെയ് 15-ാം തീയതിയാണ് ലയോ പാപ്പ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവെച്ചത്. 5 അധ്യായങ്ങളിലായി 245 പാരഗ്രാഫുകളാണ് ചാക്രിക ലേഖനത്തിനുള്ളത്. വത്തിക്കാൻ സിനഡ് ഹാളിൽ വെച്ചായിരുന്നു പ്രകാശനം നടന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന പാപ്പയെ റോമൻ കൂരിയായിലെയും നയതന്ത്ര സേനയിലെയും അംഗങ്ങൾ കരഘോഷത്തോടെയാണ് സ്വീകരിച്ചത്. ചടങ്ങിൽ ടെക് ഇൻഡസ്ട്രി കോ ഫൗണ്ടർ ക്രിസ്റ്റഫർ ഓലയും പങ്കെടുത്തു. പ്രമുഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനികളിലൊന്നായ ആന്തോപിക്കിന്റെ സഹസ്ഥാപകനാണ് ക്രിസ്റ്റഫർ ഓല. US പ്രതിരോധ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വിലക്കിയതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കമ്പനി അടുത്തിടെ സംഘർഷത്തിലായിരുന്നു. ക്രിസ്റ്റഫർ ഓലയെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ പ്രകടമായിരുന്നു. എന്നാൽ ഓലയുടെ സാന്നിധ്യത്തിന് പാപ്പ മറുപടി പ്രസംഗത്തിൽ നന്ദി പറഞ്ഞു. പരസ്പരമുള്ള വ്യത്യാസങ്ങളോടെ നമുക്ക് പരസ്പരം ശ്രദ്ധിക്കാൻ കഴിയുമെന്നത് വലിയ പ്രതീക്ഷയുടെ അടയാളമാണെന്നായിരുന്നു പാപ്പയുടെ വാക്കുകൾ. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ അടിത്തറകളും തത്വങ്ങളുമാണ് 2-ാം അധ്യായത്തിൽ പറയുന്നത്. നിർമ്മിത ബുദ്ധിക്കായുള്ള ധാർമ്മിക സംഹിതയുടെ ആവശ്യമാണ് 3-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. തൊഴിൽ, സ്വാതന്ത്ര്യം, സത്യം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയത്തിന്റെ പരിസ്ഥിതി കാത്തുസൂക്ഷിക്കാനാണ് 4-ാം അധ്യായത്തിൽ പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. പൊതുനന്മയ്ക്ക് അനുകൂലമായ മൂല്യങ്ങളുടെ നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെയാണ് പാപ്പ ചാക്രിക ലേഖനം അവസാനിപ്പിക്കുന്നത്. ലയോ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വാഗതം ചെയ്തു. വളരെ ഗൗരവമുള്ളതാണ് ചാക്രിക ലേഖനമെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം താൻ അത് പൂർണ്ണമായും വായിച്ചിട്ടില്ല എന്നും ഒരു അഭിമുഖത്തിൽ അറിയിച്ചു. ലയോ പാപ്പയുടെ ചാക്രിക ലേഖനത്തിന്റെ ചില ഉദ്ധരണികളിലൂടെ നമുക്കിനി കടന്നുപോകാം. ചാക്രിക ലേഖനത്തിലെ നമ്പർ 211 പാപ്പ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കൃപ സംഘർഷത്തെ മാന്ത്രികമായി ഇല്ലാതാക്കുന്നില്ല, പകരം അത് തിന്മയ്ക്കെതിരായ സജീവമായ പ്രതിരോധനത്തിനും നന്മ ചെയ്യുന്നതിൽ അത്ഭുതകരമായ സർഗാത്മകതയ്ക്കും പ്രചോദനം നൽകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട രാത്രികളിൽ പോലും തളരാൻ സമ്മതിക്കാത്ത നന്മ ചെയ്യുന്നതിൽ സ്ഥിരോത്സാഹം കാണിക്കുന്ന അനുരഞ്ജനത്തിലേക്കുള്ള ദുർബലവും തുറന്നതുമായ പാതകളെ സംരക്ഷിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കർത്താവ് ഉയർത്തുന്നു. സ്നേഹത്തിന്റെ സംസ്കാരം ഒരൊറ്റ അല്ലെങ്കിൽ അതിശയകരമായ ആംഗ്യത്തിൽ നിന്നല്ല, മറിച്ച് മനുഷ്യത്വരഹിതവൽക്കരണത്തിനെതിരെ ഒരു കോട്ടയായി വർത്തിക്കുന്ന ചെറുതും സ്ഥിരവുമായ വിശ്വസ്ത പ്രവൃത്തികളുടെ ആകെത്തുകയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നമ്പർ 213 പാപ്പ വ്യക്തമാക്കുന്നു. വാക്കുകളെ നിരാധീകരിക്കുമ്പോൾ നമുക്ക് ലോകത്തെ നിരാധീകരിക്കാൻ കഴിയുമെന്ന് പാപ്പ നമ്പർ 214 പറയുന്നു. വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ നാം അത് അനുഭവിക്കുന്നുണ്ട്. വാക്കുകൾക്ക് നമ്മുടെ മാനസികാവസ്ഥയെ നല്ലതോ ചീത്തയോ ആക്കി മാറ്റാൻ കഴിയും, പാപ്പ തുടർന്ന് പറയുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമായി ഒരു മൊബൈൽ കൈവശം സൂക്ഷിക്കാൻ കഴിയുകയും മുതിർന്നവരുടെ മേൽനോട്ടമില്ലാതെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് യുവാക്കളുടെ ദുർബലതയെ വർദ്ധിപ്പിക്കുകയും ആസക്തി വളർത്തുകയും ഒറ്റപ്പെടൽ, ഭീഷണിപ്പെടുത്തൽ, സൈബർ ഭീഷണി എന്നിവയ്ക്ക് വിധേയമാക്കുകയും അടുപ്പമുള്ള ചിത്രങ്ങളോ സെൻസിറ്റീവ് വിവരങ്ങളോ പങ്കിടാനുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യും എന്ന് നമ്പർ 141 പാപ്പ താക്കീത് നൽകുന്നുണ്ട്. മറ്റൊരു ചാക്രിക ലേഖനത്തെക്കുറിച്ച് കൂടി പറയാം, പ്രത്യേകിച്ച് മെയ് മാസം അവസാനിച്ച സാഹചര്യത്തിൽ. കാരണം ആ ചാക്രിക ലേഖനത്തിൻ്റെ പേര് മെൻസെ മെയ്യോ എന്നാണ്. ഈ ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ദ മന്ത് ഓഫ് മെയ് എന്നാണ്. വിശുദ്ധ പോൾ 6-ാമൻ പാപ്പയാണ് പ്രസ്തുത ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ചാക്രിക ലേഖനമാണ് ഇത്. 1965 വിയറ്റ്നാം യുദ്ധകാലത്താണ് അദ്ദേഹം മന്ത് ഓഫ് മെയ് പുറപ്പെടുവിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നതും. ഈ പശ്ചാത്തലത്തിലാണ് സമാധാന റാണിയായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പാപ്പ ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. മെയ് മാസം അടുത്തെത്തിയിരിക്കുന്നു. വിശ്വാസികൾക്ക് വളരെ കാലമായി ദൈവമാതാവായ മറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മാസം. ഭൂമിയുടെ എല്ലാ കോണുകളിലും സ്വർഗരാജ്ഞിക്ക് അർപ്പിക്കാൻ പോകുന്ന വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വികാരഭരിതമായ ഓർമ്മകളെക്കുറിച്ചുള്ള ചിന്തയിൽ ഹൃദയം സന്തോഷിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസം പരിശുദ്ധ കന്യകയ്ക്ക് ആദരവ് അർപ്പിക്കുകയും ക്രിസ്തീയ ജനതയ്ക്ക് സമ്പന്നമായ നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്ന ആമുഖത്തോടെയാണ്
പാപ്പ ചാക്രിക ലേഖനം ആരംഭിച്ചിരിക്കുന്നത്. ചാക്രിക ലേഖനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ അതിന് അനുയോജ്യമായ കാലഘട്ടത്തിന് അനുസൃതമായ വിഷയങ്ങളാണ് മാർപ്പാപ്പമാർ ചാക്രിക ലേഖനങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇന്നത്തെ സമൂഹം AI കേന്ദ്രീകൃതമാണ്. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും AI മേൽക്കൈ നേടിയിരിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ AIയുടെ ഉപയോഗത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിരുകളെയും കുറിച്ചാണ് ലയോ പാപ്പ തൻ്റെ പുതിയ ചാക്രിക ലേഖനത്തിൽ പറയുന്നത്. വരും കാലങ്ങളിൽ ലയോ പാപ്പയുടെ ഈ ചാക്രിക ലേഖനം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വത്തിക്കാൻ ഗാർഡൻസിലെ ലൂർദ് ഗ്രോട്ടോയിൽ വെച്ച് മെയ് 30 മാർപ്പാപ്പ സമാധാനത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷൻ ലോകവ്യാപകമായി സംഘടിപ്പിച്ച ജപമാല പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് വത്തിക്കാനിലും പ്രാർത്ഥന നടന്നത്. റോം സമയം വൈകുന്നേരം 7 മണിക്കായിരുന്നു ജപമാല പ്രാർത്ഥന. പരിശുദ്ധ മാതാവിന്റെ വണക്കമാസ സമാപനത്തോട് അനുബന്ധിച്ചായിരുന്നു സമാധാനത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനാ യജ്ഞം നടന്നത്. പോർച്ചുഗലിലെ ഫാത്തിമ, ഫ്രാൻസിലെ ലൂർദ്, യുക്രൈനിലെ സരുവാനിറ്റ്സിയ, ഫിലിപ്പൈൻസിലെ ആന്റിപോളോ, ബോസ്നിയയിലെ മെഡ്ജിഗോറി, ലെബനോണിലെ സെന്റ് ഷാർബൽ അന്ന, ഇറ്റലിയിലെ ലൊറേറ്റോ തുടങ്ങിയ അന്താരാഷ്ട്ര മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളും മാർപ്പാപ്പയ്ക്കൊപ്പം ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. യുദ്ധവും അക്രമവും മൂലം ദുരിതമനുഭവിക്കുന്നവർ, യുദ്ധത്തിന്റെ ഇരകളായ സാധാരണ ജനങ്ങൾ, ചികിത്സാ രംഗത്തുള്ളവർ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരായവർ, തടവുകാർ, അഭയാർത്ഥികൾ എന്നിവരെ സമർപ്പിച്ചായിരുന്നു പാപ്പയുടെ പ്രാർത്ഥന. സന്തോഷത്തിന്റെ രഹസ്യങ്ങളാണ് ജപമാലയിൽ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത്. ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ചതിനു ശേഷം പാപ്പ ഹ്രസ്വ സന്ദേശവും നൽകി. സങ്കീർത്തനം 85 ചൊല്ലിയാണ് പാപ്പ ആരംഭിച്ചത്. സമാധാനം പരീക്ഷണശാലയിൽ പരീക്ഷിക്കേണ്ട ഒരു സിദ്ധാന്തമോ നിഷ്കളങ്കമായ മിഥ്യയോ സ്വാർത്ഥ താൽപര്യത്താൽ പിന്തുടരേണ്ട കാര്യമോ അല്ല. ആത്മാർത്ഥമായ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ അത് ഒരു പ്രതിബദ്ധതയായി മാറുന്നു. നീതിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണ് സമാധാനം ഉടലെടുക്കുന്നത്. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഐക്യം പോലെ പിരിമുറുക്കവും സംഘർഷവും നിറഞ്ഞ ഈ സമയത്തും സമാധാനം നഷ്ടപ്പെട്ടവരുടെ നിലവിളി കേൾക്കാൻ നാം തീരുമാനിക്കുമ്പോൾ അത് സാധ്യമാണ്. നിരപരാധികളായ കുട്ടികൾ, വേദനിക്കുന്ന അമ്മമാർ, പിതാക്കന്മാർ, പീഡിപ്പിക്കപ്പെട്ട തടവുകാർ, അഭയാർത്ഥികൾ, ഇവരുടെയെല്ലാം അതരങ്ങളിൽ ഒരു വാക്ക് മാത്രമേയുള്ളൂ: സമാധാനം. പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യഥാർത്ഥ സമാധാനം ആരംഭിക്കുന്നത് സ്നേഹിക്കുന്ന ഹൃദയത്തിലാണ്. അനുരഞ്ജനത്തിന്റെ വാക്കുകൾ പറയുന്ന അതരങ്ങളിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ലോകത്തെ സൗമ്യതയോടും ജ്ഞാനത്തോടും കൂടി നോക്കുന്ന കണ്ണുകളിൽ അത് പ്രതിഫലിക്കുന്നു. ഇതാണ് യഥാർത്ഥ ശക്തി, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ശക്തി. ദൈവം സമാധാനമുണ്ടാക്കുന്നവരെ അന്വേഷിക്കുന്നു. വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തികളിലൂടെ ഇതാ ഞാൻ എന്ന ഓരോ ദിവസവും അവിടത്തേക്ക് ഉത്തരം നൽകാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന ആശംസയോടെയാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത്. അടുത്തതായി വത്തിക്കാനിൽ നടന്ന ചില കൂടിക്കാഴ്ചകളെക്കുറിച്ച് പറയാം. അൽബേനിയൻ രാഷ്ട്രപതി ബജ്രംഗ് ബേഗായ് വത്തിക്കാനിലെത്തി ലയോ പാപ്പയെ സന്ദർശിച്ചു. മെയ് 25 തീയതിയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. പാപ്പയുടെ സ്പെയിൻ യാത്രയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്പാനിഷ് പ്രധാനമന്ത്രി പിയഡ്രോ സാഞ്ചസ് പെരസ് കാസ്റ്റ്ജോണുമായും ലയോ പാപ്പ കൂടിക്കാഴ്ച നടത്തി. ബുധനാഴ്ചയിലെ പൊതുദർശന വേളയ്ക്ക് ശേഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധത്തിന്റെ അടയാളമായിട്ടാണ് പാപ്പയുടെ സ്പെയിൻ യാത്രയെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലാണ് പാപ്പയുടെ സ്പെയിൻ യാത്ര. മാഡ്രിഡ്, ബാഴ്സലോണ, കാനറി ഐലൻഡ് എന്നിവയാണ് പാപ്പയുടെ സന്ദർശന കേന്ദ്രങ്ങൾ. ഇറ്റാലിയൻ മെത്രാന്മാരുമായും ലയോ പാപ്പ മെയ് 28 വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തി. ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ 82ാമത് പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് വത്തിക്കാനിലെ സിനഡ് ശാലയിലായിരുന്നു കൂടിക്കാഴ്ച. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരും എളിമയിൽ തങ്ങളുടെ വിശ്വാസം അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമായ യുവജനങ്ങളും വയോധികരും പാവപ്പെട്ടവരും രോഗികളും നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ സാധിക്കണമെന്നും വ്യക്തമാക്കി. സഭയുടെ സാമ്പത്തിക ഘടനാ ശേഷികളിലല്ല, തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും ആശ്രയിച്ച് നാം മുന്നോട്ടു പോകണം. മെത്രാന്മാരുടെ ചുമതലകളെ വിശ്വാസി സമൂഹം മാനിക്കേണ്ടതാണെന്നും പാപ്പ അഭിപ്രായപ്പെട്ടു. മാർപ്പാപ്പ നടത്തിയ മറ്റൊരു ശ്രദ്ധേയ കൂടിക്കാഴ്ച ചിക്കാഗോ മേയറുമായിട്ടായിരുന്നു. മേയർ ബ്രാൻഡൻ ജോൺസനെ പാപ്പ സ്വീകരിച്ചത് തന്നെ ചിക്കാഗോ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തോടെയായിരുന്നു. ചിക്കാഗോയിൽ നിന്നുള്ള 2 പരിചയക്കാർ കണ്ടുമുട്ടുന്നത് പോലെയുള്ള സംഗമമായിരുന്നു അത്. ചിക്കാഗോയിലെ എല്ലാ കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചിക്കാഗോ സന്ദർശിക്കാനും ഗ്രാൻഡ് പാർക്കിൽ ദിവ്യബലി അർപ്പിക്കാനും ലയോ പാപ്പയെ മേയറും പ്രതിനിധി സംഘവും ക്ഷണിക്കുകയും ചെയ്തു. ചെന്തേസിമൂസ് ആന്നൂസ് പ്രോ പൊന്തിഫീച്ചെ പ്രസ്ഥാനത്തിലെ അംഗങ്ങളുമായിട്ടുള്ളതായിരുന്നു പാപ്പയുടെ മറ്റൊരു കൂടിക്കാഴ്ച. പ്രസ്ഥാനത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി എത്തിയ 400ഓളം പേരാണ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്.
പോൾ ആറാമൻ ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങൾ നാം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്, സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ നാം ഏതു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്നീ കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യം എന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുവാദമോ സാധ്യതയോ മാത്രമായി കരുതരുതെന്നും അതിന് സാമൂഹികമായ മാനമുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1993 സ്ഥാപിച്ച പൊന്തിഫിക്കൽ ഫൗണ്ടേഷനാണ് സെന്റേസിമൂസ് അന്നൂസ് പ്രോ പൊന്റിഫിസ് ഫൗണ്ടേഷൻ. സെന്റേസിമൂസ് അന്നൂസ് എന്ന വാക്കിന്റെ അർത്ഥം 100-ാം വർഷം എന്നാണ്. 1891 ലയോ 13 പാപ്പ പ്രസിദ്ധീകരിച്ച റേരും നോവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ 100-ാം വാർഷികത്തിന്റെ അനുസ്മരണാർത്ഥം 1991 ജോൺ പോൾ പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിന്റെ പേരാണ് പ്രോ പൊന്തിഫിസെ. പ്രോ പൊന്തിഫിസെ എന്ന വാക്കിന്റെ അർത്ഥം പാപ്പയ്ക്കായി അല്ലെങ്കിൽ പാപ്പയെ പിന്തുണച്ച് എന്നതാണ്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പഠനങ്ങൾ പ്രചരിപ്പിക്കുക, സമ്പദ് വ്യവസ്ഥ, തൊഴിൽ, ദാരിദ്ര്യം, നീതി, സമാധാനം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ പഠനവും സംവാദവും നടത്തുക, പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്നിവയാണ് ഫൗണ്ടേഷന്റെ ലക്ഷ്യങ്ങൾ. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആളുകളുമായും പാപ്പ പോയ വാരത്തിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളെ ക്രോഡീകരിച്ച് ഐക്യവും മെച്ചപ്പെട്ട ശുശ്രൂഷയും ഉറപ്പാക്കാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച കാര്യസംഘങ്ങളുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. കരിസ്മാറ്റിക് നവീകരണത്തെ സഭയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ പ്രവാഹമെന്ന് വിശേഷിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ലിയോ പാപ്പ ഉദ്ധരിച്ചു. സ്വാർത്ഥ വിജയത്തിനോ ഉന്നതിക്കോ വേണ്ടിയുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് സമൂഹമെന്ന നിലയിൽ പൊതുനന്മ ലക്ഷ്യമാക്കിയും ആത്മാവിന്റെ പ്രകാശവും ശക്തിയും പങ്കുവച്ചും മുന്നോട്ട് പോകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ ഇന്റർനാഷണൽ സർവീസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് കാരിസ്. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇതിന് രൂപം നൽകിയത്. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളെ ഒരുമിപ്പിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന വത്തിക്കാന്റെ അംഗീകൃത അന്താരാഷ്ട്ര സംഘടനയാണ് കാരിസ്. പരിശുദ്ധാത്മാവിലുള്ള നവീകരണം പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥന, സ്തുതി, ആത്മീയ ശുശ്രൂഷകൾ വളർത്തുക, ക്രിസ്ത്യാനികൾക്കിടയിൽ ഐക്യം വളർത്തുക, ദരിദ്രരെയും സമൂഹത്തെയും സേവിക്കുക, കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലെ വിവിധ കമ്മ്യൂണിറ്റികളെയും മിനിസ്ട്രികളെയും ബന്ധിപ്പിക്കുക എന്നിവയാണ് കാരിസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കാരിസ് എന്നത് ഗ്രീക്ക് വാക്കാണ്. കൃപ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പാദ്രെ പിയോ ഹോസ്പിറ്റലിലെ കടങ്ങൾ തീർക്കാനും പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുമായി ലിയോ പാപ്പ കമ്മീഷനെ നിയമിച്ചു. ഇറ്റലിയിലെ സാൻ ജിയോവാനി റൊട്ടോണ്ടോയിലെ ഈ ഹോസ്പിറ്റൽ വിശുദ്ധ പാദ്രെ പിയോ സ്ഥാപിച്ചതും വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതുമാണ്. കാസ സോലിയേവോ ഡെല്ല സോഫറൻസ എന്നാണ് പേരെങ്കിലും സെയിന്റ് പാദ്രെ പിയോ ഹോസ്പിറ്റൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഹോസ്പിറ്റൽ കടന്നു പോകുന്നത്. 290 മുതൽ 350 വരെ മില്യൺ ഡോളറാണ് കടബാധ്യത എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ സങ്കീർണമായ നിലവിലെ സാഹചര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കാണ് നാം ഇനി പോകുന്നത്. ലിയോ 13 പാപ്പ നടത്തുന്ന പൊതു കൂടിക്കാഴ്ച വേളയിലേക്ക്. പക്ഷേ അത് സാധാരണമായ ഒരു ദിനമായിരുന്നില്ല എന്നാണ് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിച്ചത്. കറുത്ത സ്യൂട്ടണിഞ്ഞ വത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെ നടുവിൽ മുട്ടുകുത്തി നിൽക്കുന്ന മാർപ്പാപ്പയാണ് അവർ കണ്ടത്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് പാപ്പ അപ്രകാരം മുട്ടുകുത്തി നിൽക്കുന്നത്? ഏതെങ്കിലും ചടങ്ങിനു വേണ്ടിയോ പ്രോട്ടോകോൾ പ്രകാരമോ ആയിരുന്നില്ല അതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പാപ്പയെ കാത്ത് നിൽക്കുന്നവർക്കിടയിൽ ഇറ്റാലിയൻ പുരോഹിതനായ ഫാദർ ഡിഗോ സെമാറോ ഉണ്ടായിരുന്നു. പുഗ്ലിയയിലെ മാർട്ടിന ഫ്രാങ്കയിൽ നിന്നായിരുന്നു അദ്ദേഹം എത്തിയത്. ഒപ്പം സഹോദരനായ ഫാദർ ഫ്രാങ്കോ സെമേറിയും ഉണ്ടായിരുന്നു. ഏറെ സമയമായുള്ള കാത്തുനിൽപ്പ്. വത്തിക്കാനിലെ അസഹനീയമായ ചൂടിൽ വൃദ്ധനായ ഫാദർ ഡിഗോയ്ക്ക് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീണു. ഈ നിമിഷം അദ്ദേഹത്തെ സഹായിക്കാനായി ആദ്യം ഓടിയെത്തിയവരിൽ ഒരാൾ പാപ്പയായിരുന്നു. പാപ്പ പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി നിന്ന് തന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ആ വൃദ്ധ വൈദികനോട് ചോദിക്കുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ തലവൻ എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്റെ പദവിയോ സമയമോ നോക്കാതെ സഹവൈദികനെ സഹായിക്കാൻ വിനയത്തോടെ മുട്ടുകുത്തിയ കാഴ്ച അവിടെയുള്ള എല്ലാവരെയും ആഴത്തിൽ സ്പർശിച്ചു. തന്റെ സമീപത്ത് മുട്ടുകുത്തി നിൽക്കുന്ന പാപ്പയെ താൻ അവിശ്വസനീയതയോടെയാണ് നോക്കിയതെന്നും പരിശുദ്ധ പിതാവെ, ഇത് യഥാർത്ഥമായും അങ്ങ് തന്നെയോ എന്ന് താൻ അതിശയിച്ചുവെന്നുമാണ് ഫാദർ ഡീഗോ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേവലം ഒരു സഹായ നിമിഷം മാത്രമായിരുന്നില്ല അതെന്നും മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഇടയൻ എന്നും ശിഷ്യരുടെ കാലുകൾ കഴുകിയ ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായി എന്നുമാണ് ആ നിമിഷങ്ങളെക്കുറിച്ചുള്ള ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ. തീരെ ചെറിയൊരു പ്രവൃത്തിയായിരുന്നിട്ടും അതിലൂടെ ലോകത്തിനു മുമ്പിൽ വലിയൊരു സന്ദേശമാണ് പാപ്പ നൽകിയത്.
അധികാരമെന്നാൽ പദവിയല്ല എന്നും അത് മറ്റുള്ളവർക്ക് നേരെയുള്ള കൈനീട്ടലാണെന്നും പാപ്പ ഈ സംഭവത്തിലൂടെ തെളിയിക്കുകയായിരുന്നു. വത്തിക്കാൻ റേഡിയോയുടെ അർമേനിയൻ വിഭാഗത്തിന് 60 വയസ്സ്. 2026 95 വർഷം പൂർത്തിയാക്കിയ വത്തിക്കാൻ റേഡിയോയുടെ അർമേനിയൻ വിഭാഗം ഈ വർഷം നിസ്തുലമായ 60 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു നാഴികക്കല്ലായ ഈ നേട്ടത്തിന്റെ ഭാഗമായി അർമേനിയൻ മ്യൂസിക് കച്ചേരി മെയ് 28 വത്തിക്കാനിൽ അരങ്ങേറി. 1966 മെയ് 29 വത്തിക്കാൻ റേഡിയോ അർമേനിയൻ വിഭാഗം ആരംഭിച്ചത്. കർദിനാൾ ഗ്രിഗോറിയ പിയട്രോ ആണ് ഇതിന് ആരംഭം കുറിച്ചത്. ഇപ്പോൾ ദേവദാസ പദവിയിലാണ് കർദിനാൾ ഗ്രിഗോറിയോ. 1931 ഫെബ്രുവരി 12 പിയൂസ് 11 പാപ്പയുടെ കാലത്താണ് വത്തിക്കാൻ റേഡിയോ ആരംഭിച്ചത്. മാർക്കോണിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും എത്തിക്കുക, സുവിശേഷവും സഭയുടെ വാർത്തകളും പ്രചരിപ്പിക്കുക, വിവിധ ഭാഷകളിൽ വാർത്ത, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ആത്മീയ പരിപാടികൾ എന്നിവ സംപ്രേഷണം ചെയ്യുക എന്നിവയായിരുന്നു വത്തിക്കാൻ റേഡിയോയുടെ ലക്ഷ്യം. ലോകമെങ്ങും മാർപ്പാപ്പയുടെ ശബ്ദം എത്തിക്കുകയാണ് വത്തിക്കാൻ റേഡിയോ ലക്ഷ്യം വെക്കുന്നത്. എങ്കിലും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വത്തിക്കാൻ റേഡിയോ ഏറെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു. കാണാതായ സൈനികരെയും സാധാരണക്കാരെയും കണ്ടെത്താനും കുടുംബങ്ങളുടെ സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യാനും വത്തിക്കാൻ റേഡിയോ അക്കാലത്ത് ഏറെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതന റിപ്പബ്ലിക് സാൻ മരീനോ ലയോ 11 പാപ്പ ഓഗസ്റ്റിൽ സന്ദർശിക്കും. വടക്കൻ ഇറ്റലിയിലുള്ള സ്വതന്ത്ര രാജ്യമാണ് സാൻ മരീനോ. ഇറ്റലിയിലെ റിമിനിയിൽ നടക്കുന്ന മീറ്റിംഗ് ഫോർ ഫ്രണ്ട്ഷിപ്പ് എമംഗ് പീപ്പിൾസിൽ പങ്കെടുക്കാനായി പോകുന്ന അവസരത്തിലാണ് പാപ്പ സാൻ മരീനോ സന്ദർശിക്കുന്നത്. സാൻ മരീനോ റിപ്പബ്ലിക്കിന്റെ മുൻ രാഷ്ട്രത്തലവന്മാരായ മത്തിയോ റോസിയും ലൊറൻസോ ബുഗ്ലിയും പാപ്പയെ രാജ്യത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നുകൂടിയാണ് റിപ്പബ്ലിക് ഓഫ് സാൻ മരീനോ. സാൻ മരീനോ എന്ന രാജ്യത്തെക്കുറിച്ച് പലരും നേരത്തെ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇറ്റലിയിലെ 2 മൈക്രോ സ്റ്റേറ്റുകളിൽ ഏറ്റവും വലുതാണ് സാൻ മരീനോ. മറ്റൊരു മൈക്രോ സ്റ്റേറ്റാണ് വത്തിക്കാൻ. ലോകത്തിലെ 5ാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് സാൻ മരീനോ. 2025 കണക്കനുസരിച്ച് 34,042 പേർ മാത്രമേ ഈ രാജ്യത്തുള്ളൂ. AD 301 രാജ്യം സ്ഥാപിതമായത്. നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പരമാധികാര രാഷ്ട്രവും ഏറ്റവും പഴയ ഭരണഘടനാ റിപ്പബ്ലിക്കുമാണ് സാൻ മരീനോ. വധശിക്ഷ നിർത്തലാക്കിയ ആദ്യത്തെ രാജ്യം കൂടിയാണ് ഇത്. ലയോ പാപ്പയുടെ സ്പെയിൻ യാത്രയുടെ ദിവസങ്ങൾ അടുത്തു വരികയാണല്ലോ. ഈ അവസരത്തിൽ പാപ്പയ്ക്ക് സ്പെയിനിലേക്ക് കൊണ്ടുപോകാനായി ആയിരക്കണക്കിന് ജപമാലകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 10 മഠങ്ങളിലെ കന്യാസ്ത്രീകളാണ് ജപമാല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനയും അധ്വാനവും നിശബ്ദതയും ചേർന്നാണ് ഇവിടെ ജപമാലകൾ രൂപമെടുക്കുന്നത്. മിണ്ടാമഠങ്ങളിലെ സിസ്റ്റേഴ്സാണ് ജപമാലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജൂൺ 6 മുതൽ 12 വരെ തീയതികളിലാണ് ലയോ പാപ്പയുടെ സ്പെയിൻ യാത്ര. പരിശുദ്ധ ത്രിത്വം നമ്മെ എല്ലാവരെയും സ്നേഹിക്കാൻ സഹായിക്കുന്നുവെന്ന ലയോ 11 പാപ്പ. പരിശുദ്ധ ത്രിത്വം നമ്മെ എല്ലാവരെയും കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും കൂട്ടായ്മയിലായിരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ഈ മെയ് മാസത്തിൽ സഭയിലുടനീളം സമാധാനത്തിനായുള്ള പ്രാർത്ഥനകൾ മുഴങ്ങിക്കേട്ടുവെന്നും എല്ലാത്തിനും ഉപരിയായി യുദ്ധത്താൽ തകർന്ന ജനതയെ പൊട്ടാത്ത ചങ്ങല പോലെ വിശുദ്ധ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയിൽ ഭരമേൽപ്പിക്കപ്പെട്ടുവെന്നും പാപ്പ പറഞ്ഞു. ഇറ്റലിയുടെ 25ാമത് റിലീഫ് ഡേ ദിനാചരണത്തോടും പാപ്പ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനി അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.